Hello, this is Sonu Ben with my little Benny. She is my plum patty. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ആൽമണ്ട് മിൽക്ക് ഓട്ട് ബനാന സ്മൂത്തിയാണ്. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തന്നെ കാലത്ത് ഞാൻ സ്മൂത്തിയാണ് കുടിക്കാറ്. അതാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും എളുപ്പം കഴിക്കാനും എളുപ്പം. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ആൽമണ്ട് മിൽക്കാണ്. ഞാൻ ഈ ആൽമണ്ട് മിൽക്ക് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ട് എന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഏത് മിൽക്കാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ മിൽക്ക് തന്നെ ഉപയോഗിക്കാം. പിന്നെ ഞാൻ ആൽമണ്ട് മിൽക്ക് എടുത്ത് കാണിക്കുന്നത് എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം ചിലർക്ക് ആൽമണ്ട് മിൽക്കൊക്കെ അവൈലബിൾ ആയിരിക്കുമല്ലോ, അവർക്ക് ഉപയോഗിക്കാം. പിന്നെ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്ക് അതൊരു അവയർനെസ് ആയിട്ട് ഇരിക്കുകയും ചെയ്യുമല്ലോ. ഇത് ഞാൻ എടുത്തെടുത്ത് പറയുമ്പോൾ അവർക്കൊരു ഇതൊരു പ്രശ്നമാണ്, ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊരു അവയർനെസ്സും കൂടെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് എടുത്തെടുത്ത് പറയുന്നത്. പിന്നെ നോർമലി ഒരു ബനാന, പിന്നെ 2 ടേബിൾ സ്പൂൺ ഓഫ് ഓട്സ്, ഇതാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. എനിവേ, സ്മൂത്തി അടിച്ചതിന് ശേഷം കാണാം. അങ്ങനെ ഞാൻ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ സ്മൂത്തി കുടിക്കാൻ പോവാണ്. ഞാൻ ആദ്യം മിൽക്കിൻ്റെ മെഷർമെൻറ്റ് പറയാനായിട്ട് വിട്ടുപോയായിരുന്നു. മിൽക്ക് ഒരു ഫുൾ കപ്പ് മിൽക്കിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ അത്രയും മിൽക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാലറി നമ്മൾ വിചാരിക്കുന്നതിനകത്ത് നിൽക്കത്തില്ല. ഒരു ഹാഫ് കപ്പ് മിൽക്കിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ ഒരു ഹെൽത്തി ആയിട്ടൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കഴിച്ച് പോയാൽ മതി, വെയിറ്റ് ഒന്നും കുറയണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 കപ്പ് മിൽക്കൊക്കെ എടുത്തോളൂ. പക്ഷേ അത് സാരമില്ല. പക്ഷെ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റി നല്ലപോലെ ശ്രദ്ധിക്കണം. ക്വാണ്ടിറ്റി ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ക്വാണ്ടിറ്റി ഭയങ്കര പ്രാധാന്യമാണ്. നമ്മൾ കഴിക്കുന്ന സാധനം കാലറി ലോ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കണം. അതിൽ ക്വാണ്ടിറ്റി നമ്മൾ കുറയ്ക്കുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാലറിയിൽ നമ്മുടെ ഗോള് നിൽക്കത്തുള്ളൂ. സോ ഇനി നമുക്ക് ലഞ്ചിൻ്റെ സമയത്ത് കാണാം. ഞാൻ ഇന്നൊരു ലോ കാലറി ലഞ്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഒരു എഗ് ഓംലെറ്റ് ആണ്, പക്ഷേ അതിനകത്തേക്ക് ഞാൻ റാഗിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു കാർബ് നമുക്ക് വേണമല്ലോ എനർജിക്ക്. നമ്മളിങ്ങനെ പ്രോട്ടീൻ മാത്രം കഴിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പം നമുക്കൊരു ലോ കാലറീഡ് ആയിട്ടുള്ളൊരു കാർബായിട്ട് ഞാൻ ഒരു സ്പൂൺ, ഒരു 2 സ്പൂൺ റാഗി എടുക്കുന്നുണ്ട്. പിന്നെ നോർമൽ ഓംലെറ്റിനകത്ത് ഇടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കുറച്ച് സോൾട്ടും ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിൽ ഞാൻ ഇങ്ങനെയൊന്ന് വളരെ കുറച്ച് ഓയിലേ ഉള്ളൂ, അപ്പോൾ ഞാനത് എല്ലായിടത്തും ആകത്തക്ക രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ ഈ ഓയിലൊന്ന് ഓൾറെഡി ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. പെട്ടെന്ന് ഓംലെറ്റ് റെഡിയാവുന്ന അതേ സമയം കൊണ്ട് തന്നെ ഇത് റെഡിയാവും, കാരണം റാഗിക്കും അങ്ങനെ അത്ര വലിയ വേവൊന്നുമില്ല. അങ്ങനെ നമ്മുടെ
ലോ ഗ്ലിസമിക് ആയിട്ടുള്ള ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ഓംലെറ്റും ഒരു ഓറഞ്ചുമാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം നമുക്കൊരു ഡിന്നർ വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. വേറെ സ്നാക്സ് ഒന്നും ഞാൻ കഴിക്കുന്നില്ല ഇതിൻ്റെ ഇടയ്ക്ക്. ഒരുപാട് വിശപ്പുള്ളവരെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് സ്നാക്കായിട്ട് കഴിച്ചോട്ടോ. അങ്ങനെ ഡിന്നറിൻ്റെ സമയമായിട്ടുണ്ട്. ഇന്ന് ഡിന്നറിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഓട്സ് കഞ്ഞിയാണ്. ഓട്സ് കഞ്ഞി എന്ന് പറയുമ്പോൾ ഓട്സ് പാലിനകത്തൊന്നും കാച്ചിയതല്ല, വെറും പച്ചവെള്ളത്തിനകത്ത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഓട്സ് എടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഓട്സ് റിച്ച് ഇൻ ഫൈബറാണ്, പ്ലസ് ലോ ഗ്ലിസമിക് ആണ്. പിന്നെ കഞ്ഞി കുടിച്ചൊരു ഫീല്, അതായത് നമ്മൾ ചോറ് കഴിക്കാത്തത് കൊണ്ട് നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് ചോറിനോടൊക്കെ ഒരു കൊതി തോന്നും അല്ലേ. അപ്പം നമ്മൾ ഇങ്ങനെ കാച്ചിയിട്ട് പച്ചവെള്ളത്തിനകത്ത് കുക്ക് ചെയ്ത ഓട്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കറിയും കൂടെ കൂട്ടിയിട്ട് ഒരു കഞ്ഞി പോലെ കഴിക്കാം. അപ്പം നമുക്കൊരു ഹങ്കറും കില്ലാവും, നമ്മുടെ കൊതിയും നമ്മുടെ ടേസ്റ്റ് ബഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഓട്സ് പ്രിഫർ ചെയ്യുന്നത്. കുക്ക് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. അങ്ങനെ നമ്മുടെ ഓട്സ് കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഞാൻ കഴിക്കുന്നത് നല്ല കുടംപുളി ഇട്ട് വറ്റിച്ച മീൻ കറിയാണ്. അപ്പം നമുക്ക് ഇടയ്ക്ക് വരുന്ന കൊതിയൊക്കെ അങ്ങ് മാറിക്കിട്ടും. ഇച്ചിരി മീൻ കറിയും കഞ്ഞിയും കൂടെയൊക്കെ കഴിക്കുമ്പോൾ ചെറിയ ചൂടും നല്ല എരിവും കൂടെയൊക്കെ ആകുമ്പോൾ നല്ല സാറ്റിസ്ഫൈയിങ് ആണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസവും വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നാളെ കാണാം. സൈനിങ് ഓഫ്, സോനു ബെൻ.